ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോഴും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഇംഗ്ലീഷ്. അതിൻ്റെ ബേസിക് നോളജ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് ഫോം പഠിക്കാൻ സാധ്യവുമല്ല. സോ ഞാനിപ്പോൾ അതിൻ്റെ വെരി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അതിലാദ്യ ഭാഗം ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദി. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു 10 വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഈ വലത്തുവശത്ത് അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഈസ് ഈസി ലാംഗ്വേജ്. രണ്ടാമത്തെ ചോദ്യം, എൽഡസ്റ്റ് സൺ ഈസ് അറ്റ് സ്കൂൾ. തേർഡ്, എയർപ്ലെയിൻ വാസ് ഫ്ലൈയിങ് ഓവർ എ സീ. മെനി ഷിപ്സ് പാസ് ത്രൂ പനാമ. ദേ ഫിനിഷ്ഡ് ദെയർ വർക്ക് ഇൻ അവർ. It is pleasant to have sleep in afternoon. Doctor advised him to take rest. Horse is animal. Honesty is best policy. Queen Victoria is a famous British ship. ഇങ്ങനെ ഒരു 10 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 10 ചോദ്യങ്ങളിൽ എവിടെയൊക്കെയോ എയും ആനും ദിയും ഒക്കെ മിസ്സായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത്. നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എയും ആനും ദിയും പ്രയോഗിക്കേണ്ടത് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ ചോദ്യം നിങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് നോക്കുക. അതിലെ ഒന്നാമത്തേത്, ഇംഗ്ലീഷ് ഈസ് ഈസി ലാംഗ്വേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ഈസ് ആൻ ഈസി ലാംഗ്വേജ് എന്ന് പറയുമ്പോഴേ അത് കറക്റ്റ് ആവുന്നുള്ളൂ. ആൻ ചേർക്കണം. അതുപോലെ ദ എൽഡസ്റ്റ് സൺ ഈസ് അറ്റ് സ്കൂൾ എന്ന് പറയണം. അതുപോലെ ആൻ എയ്റോപ്ലെയിൻ വാസ് ഫ്ലൈയിങ് ഓവർ ദ സീ. അവിടെ 2 ആർട്ടിക്കിൾ ആഡ് ചെയ്യണം. ഒന്ന് ആൻ എയ്റോപ്ലെയിനും പിന്നെ ദ സീയും. അതുപോലെ മെനി ഷിപ്സ് പാസ് ത്രൂ ദ പനാമ എന്ന് പറയുമ്പോഴാണ് ശരിയാകുന്നത്. ദേ ഫിനിഷ്ഡ് ദെയർ വർക്ക് ഇൻ ആൻ അവർ എന്ന് പറയുമ്പോഴാണ് കറക്റ്റ്. ആൻ അവർ എന്ന് നമ്മളവിടെ ചേർക്കണം. ഇറ്റ് ഈസ് പ്ലസൻറ്റ് ടു ഹാവ് സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ. ദ ആഫ്റ്റർനൂൺ, മോർണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ദ ആഫ്റ്റർനൂൺ എന്ന് പറയണം. അതുപോലെ ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഹിം ടു ടേക്ക് റെസ്റ്റ്. ദ ഡോക്ടറാണ്. അല്ല, ഹോഴ്സ് ഈസ് ആൻ ആനിമൽ എന്നാണ് പറയേണ്ടത്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നാണ് പറയേണ്ടത്. ദ ക്വീൻ വിക്ടോറിയ ഈസ് എ ഫേമസ് ബ്രിട്ടീഷ് ഷിപ്പ് എന്നാണ് പറയേണ്ടത്. കാരണം ഇതെല്ലാം പറയണമെങ്കിൽ അതിന് അതിൻ്റേതായ ചില ചെറിയ നിയമങ്ങളുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ആർട്ടിക്കിൾ പഠിക്കുമ്പോഴുള്ള നിയമങ്ങൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ സ്റ്റഡി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ബേസിക്, അതായത് നമ്മൾ 8, 9, 10 സ്റ്റാൻഡേർഡിൽ പഠിച്ചു പോകുന്നതും SSLC പോലെ പരീക്ഷ നമ്മൾ എഴുതിയപ്പോഴും ചോദിച്ച ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ എ ആൻഡ് ഓ ദി എന്ന് പറയുന്ന ഈ പോർഷനിൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് എയും ആനും പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗൺസുമാണ്. അതായത് നാമശബ്ദങ്ങൾ. നൗൺസ് എപ്പോഴും കൗണ്ടബിൾ എന്നും അൺകൗണ്ടബിൾ എന്നും ഉണ്ട്. അതായത് സിമ്പിളായി പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തതും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബുക്ക്, ബോയ്, ചെയർ, സ്കൂൾ, ഗേൾ, കിങ്, ഇതെല്ലാം പറഞ്ഞാൽ കൗണ്ടബിൾ നൗൺസ് ആണെന്ന് നമുക്കറിയാം. അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന നൗണുകളാണ്. പക്ഷേ മിൽക്ക്, വാട്ടർ, ഇങ്ക്, അതുപോലെ വുഡ്, ഇതൊന്നും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ല. സോ അതിനെയൊക്കെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഡ്വൈസ്, ഉപദേശം, കോഫി, ഡേർട്ട്, ഫ്ലോർ, പൊടി എന്ന അർത്ഥത്തിൽ. അതുപോലെ ഫൺ, ഫർണിച്ചർ, ഇൻഫർമേഷൻ, അതുപോലെ ലഗേജ്, മീറ്റ്, മണി, മ്യൂസിക്, ന്യൂസ്, പോയട്രി, സീനറി, ടീ, വെൽത്ത്, ക്ലോത്തിങ്, മെഷീനറി, ഇവയെല്ലാം അൺകൗണ്ടബിൾ നൗൺസാണ്. നമുക്കൊരിക്കലും കൗണ്ട് ചെയ്ത് എത്ര എണ്ണമുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് ചുരുക്കം. അതുപോലെ ക്വാളിറ്റി, സ്റ്റേറ്റ്, ആക്ഷൻ, 3 അവസ്ഥകൾ. ഒന്ന് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുണം, അതുപോലെ സ്റ്റേറ്റ് അവസ്ഥ, അതുപോലെ ആക്ഷൻ ഒരു പ്രവൃത്തി. ഇത് സാധാരണ പറയുന്നത് നമ്മൾ എപ്പോഴും അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂട്ടത്തിലായിരിക്കും പറയുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഓണസ്റ്റി, അതുപോലെ ഗുഡ്നെസ്, അല്ല ട്രസ്റ്റ്, വിശ്വാസം, ഇതെല്ലാം ക്വാളിറ്റികളെ സൂചിപ്പിക്കുന്നതാണ്. ഇതെല്ലാം അൺകൗണ്ടബിൾ നൗണിൻ്റെ കാറ്റഗറിയിൽ പെടുത്തിയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അതുപോലെ ചൈൽഡ്ഹുഡ്, നമ്മുടെ ഫ്രീഡം, യൂത്ത്, ഓൾഡ് ഏജ്, ഇതെല്ലാം ഓരോരോ അവസ്ഥാവിശേഷങ്ങളാണ്. ഇവയും നമ്മൾ പഠിക്കുന്നത് ഒരു സ്റ്റേറ്റ്, അഥവാ അത് അൺകൗണ്ടബിൾ നൗണായിട്ട് ഇവയെല്ലാം നമ്മൾ പറയാറുള്ളൂ. അതുപോലെ ലേണിംഗ്, വർക്ക്, വാക്കിംഗ്, ഇതെല്ലാം ആക്ഷൻസാണ്. ഇതും നമ്മളെപ്പോഴും അൺകൗണ്ടബിൾ നൗണിൻ്റെ സെക്ടറിലാണ് പഠിക്കുന്നത്. അപ്പോൾ കൗണ്ടബിൾ നൗൺസ് എന്താണ്, അൺകൗണ്ടബിൾ നൗൺസ് എന്താണ്, അവയുടെ ഉദാഹരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എയുടെയും ആൻ്റെയും ദിയുടെ എല്ലാം പ്രയോഗങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ പറയണം. ഈ കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും പറയുമ്പോൾ തന്നെ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൗണ്ടബിൾ നൗൺസിന് മാത്രമേ പ്ലൂറൽ ഉണ്ടാകത്തുള്ളൂ. കാരണം എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ലേ ബഹുവചനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഉദാഹരണം ഒരു ബോയ് എന്ന് പറഞ്ഞാൽ ബോയ്സ്, കൗ, കൗസ്, ഡോഗ്, ഡോഗ്സ്, ഇങ്ങനെ നമുക്ക് കൗണ്ടബിൾ നൗൺസിനെ മാത്രമേ
പ്ലൂറൽ ഉണ്ടാകത്തുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഉണ്ടാകുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അൺകൗണ്ടബിൾ നൗണായിട്ട് നമ്മൾ പറഞ്ഞ ഒരു സീനറി, സീനറീസ് എന്നാരും പറയില്ല. അല്ലെങ്കിൽ ഫർണിച്ചർ, ഫർണിച്ചേഴ്സ്, കുറേ ഫർണിച്ചർ ഉണ്ടെങ്കിലും നമ്മൾ ഫർണിച്ചേഴ്സ് എന്ന് പറയാറില്ല. അതുപോലെ പോയട്രി, പോയട്രീസ് എന്ന് നമ്മൾ പറയാറില്ല. അതെല്ലാം തെറ്റാണ്. എന്നാൽ നമുക്കിത് കുറേയധികം ഉണ്ടെന്ന് കരുതുക, അത് നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യണമെന്ന് കരുതുക, അതിന് ചില വാക്കുകൾ. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ പ്ലൂറൽ ഫോം ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതി പറയാനായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ചില വാക്കുകൾ ചേർക്കാം. ഉദാഹരണമായിട്ട് എ ലോട്ട് ഓഫ്, അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ്, അല്ലെങ്കിൽ പ്ലെൻറ്റി ഓഫ്. ഈ വാക്കുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അൺകൗണ്ടബിൾ നൗണ് അത് ബഹുവചനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഉദാഹരണമായിട്ട് ലോട്ട് ഓഫ് മണി, സം ലഗേജ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ് വെൽത്ത്, പ്ലെൻറ്റി ഓഫ് ടൈം. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ പ്ലെൻറ്റി ഓഫ് ടൈം എന്ന് എഴുതിയപ്പോൾ ധാരാളം സമയം എന്നായി. അതുപോലെ എ ഗ്രേറ്റ് ഡീൽ ഓഫ് വെൽത്ത്, വെൽത്ത് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണാണ്, അതിൻ്റെ കൂടെ എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്ന് ചേർത്തപ്പോൾ ധാരാളം പണം എന്നായി. അതുപോലെ ലഗേജ്, ലഗേജസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ സം ലഗേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ മണി, അതിൻ്റെ കൂടെ എ ലോട്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ അത് ധാരാളമുണ്ട് എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. വവ്വൽ സൗണ്ടും കൺസോണൻസിനെ കുറിച്ചാണ്. വവ്വൽ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാക്ഷരം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് എ, ഇ, ഐ, ഒ, യു മുതലായ ശബ്ദങ്ങൾ സ്വരാക്ഷരങ്ങൾ. ആ മലയാളത്തിലാണെങ്കിൽ ആ മുതൽ അം വരെയുള്ള ശബ്ദങ്ങൾ, ഇതൊക്കെ സ്വരാക്ഷരങ്ങൾ. അപ്പോൾ എ, ഇ, ഐ, ഒ, യു എന്ന് നമ്മൾ പറയുന്ന പോലെയാണ് ആ മുതൽ അം വരെ പറയുന്ന ആ, ആ, ഇ, ഈ, ഉ, അത് സ്വരാക്ഷരം എന്ന് പറയും. ഈ സ്വരാക്ഷരം പിന്നെ ഒരു വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ്റെ ഉച്ചാരണത്തിന് ആദ്യം വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ആൻ എന്ന ആർട്ടിക്കിൾ ചേർക്കണം എന്നൊരു നിയമമുണ്ട്. സ്വരാക്ഷരം എങ്ങനെ വരുമ്പോൾ ഉച്ചാരണത്തിൻ്റെ വരണം അത്. അതായത് ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം സ്വരാക്ഷരമാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ആൻ എന്ന് പ്രയോഗിക്കും. അതുപോലെ വ്യഞ്ജനങ്ങളും ഉണ്ട്, സ്വരങ്ങൾ. എ, ഐ, ഒ, യു ഒഴിച്ചുള്ള എല്ലാ ശബ്ദങ്ങളും വ്യഞ്ജനങ്ങളാണ്. നമ്മൾ പലപ്പോഴും തെറ്റിക്കാറുള്ളത് എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണെന്ന് നോക്കി അതിന് തൊട്ട് മുമ്പ് ആൻ ചേർത്ത് വെക്കും നമ്മൾ. എ, ഇ, ഐ, ഒ, യു ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, അത് ഉച്ചരിച്ച് നോക്കണം. ഉദാഹരണമായിട്ട് മിക്കവാറും പിന്നെ ഒരു 75% വാക്കിന് മുമ്പിൽ അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഉദാഹരണമായിട്ട് ഇപ്പം ആൻഡ് ഒരു ഉറുമ്പ്, ആൻ ഓഫീസർ, അതുപോലെ ആൻ അംബ്രല്ല, ഇതൊക്കെ നോർമലി നമുക്ക് കണ്ടുപിടിക്കാം. ഇതിലെല്ലാം ഇപ്പോൾ ആൻഡിലാണെങ്കിൽ എ എന്ന അക്ഷരം വന്നു, ഓഫീസർക്ക് മുമ്പിൽ ഒ വന്നു, അംബ്രല്ലയ്ക്ക് യു വന്നു. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല, അവിടെ എല്ലാം ആൻ ചേർക്കണം, കാരണം ഡയറക്റ്റ് വന്നു. ഉച്ചരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. വേറെ ചില ശബ്ദങ്ങളിലേക്ക് വരുമ്പോൾ, വേറെ ചില വാക്കുകളിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ആൻ അവർ എന്നേ പറയുള്ളൂ, കാരണം അവർ എന്നുള്ളത് HOUR ആണ്. HOUR എച്ച് ഒരിക്കലും ഒരു വവ്വലല്ല, പക്ഷേ പറയുമ്പോൾ അവർ എന്നേ പറയുള്ളൂ. സോ ആ സൗണ്ടാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ആൻ അവർ എന്നേ പറയുള്ളൂ. അതുപോലെ HONEST എന്ന് എഴുതുന്നത് നമ്മൾ വായിക്കുന്നത് ഹോണസ്റ്റ് എന്നല്ല, ഓണസ്റ്റ് എന്നാണ് വായിക്കുന്നത്. സോ അവിടെ ആൻ ഓണസ്റ്റ് എന്നേ പറയുള്ളൂ, അല്ലാതെ ഓണസ്റ്റ് എന്ന് പറയില്ല. അതുപോലെ HEIR എന്ന് പറയുമ്പോൾ അനെയർ എന്നേ പറയുള്ളൂ. മനസ്സിലായോ? ഒരു പിന്തുടർച്ച അവകാശി എന്നതിൽ. അതുപോലെ ഓണറബിൾ, ആൻ ഓണറബിൾ എന്നാണ് പറയുന്നത്, അല്ലാതെ HLA സ്റ്റാർട്ടിങ് വന്നിരിക്കുന്നത് കൊണ്ട് ALA വരേണ്ടത് എന്നല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ വേറെ വവ്വൽ സൗണ്ട്, വവ്വൽ അക്ഷരം ആദ്യം വരികയും എന്നാൽ തുടങ്ങുന്ന കൺസണൻ്റായ ശബ്ദമായിട്ട് മാറുകയും ചെയ്യുന്നതുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ യൂറോപ്യൻ എന്ന് എഴുതുമ്പോൾ യൂറോപ്പിയൻ എന്നാണ് എഴുതി വെക്കുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി എന്നാണ് പറയേണ്ടത്. അതുപോലെ യൂണിയൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ യൂറോപ്യൻ എന്ന് എഴുതുന്നതിൽ ആദ്യത്തെ അക്ഷരം ഇ ആണ്. അപ്പോൾ AEIOയിൽ ഇ ആണ് വരുന്നത്. സോ അവിടെ യൂറോപ്പിയൻ എന്ന് നമ്മൾ പറയാൻ കാരണം യു എന്നുള്ള ആ ഒരു സ്വരം അവിടെ ആ വാക്കിൻ്റെ ആദ്യം വരുന്നില്ല, അതുകൊണ്ടാണ് അവിടെ ചേർക്കുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി എന്ന് എഴുതും, UNIVERSITY, യൂണിവേഴ്സിറ്റി എന്ന് എഴുതുമ്പോൾ യൂണിവേഴ്സിറ്റി എന്നല്ല പറഞ്ഞത്, യൂണിവേഴ്സിറ്റി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ അവിടെ യു എന്ന അക്ഷരം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നില്ല, സോ അവിടെ ചേർക്കണം. അതുപോലെ UNION, യൂണിയൻ എന്ന് പറയുമ്പോൾ യൂണിയൻ എന്നാണ്, യൂണിയൻ എന്നാണ് പറയുന്നത്, അല്ല യൂണിയൻ എന്നല്ല പറയുന്നത്. സോ അവിടെയും ആണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചില വ്യത്യസ്തങ്ങളായ പദങ്ങൾ, അതായത് വവ്വല് അല്ലാതെ തുടങ്ങുന്ന ചില പദങ്ങളും അത് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ട് കുറച്ച് ഓർത്തിരിക്കേണ്ട, അത്യാവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഫ്രൈസസ് ഉണ്ട്. ഒന്ന് എ ലിറ്റിൽ, പിന്നെ എ ഫ്യൂ. നമുക്കറിയാം ഫ്യൂ, ലിറ്റിൽ, ഈ രണ്ട് വാക്കുകൾ ഇത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ എ ലിറ്റിൽ എന്നും എ ഫ്യൂ എന്നും ചേർത്ത് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ്, കുറച്ചുണ്ട് എന്ന അർത്ഥത്തിലാണ് ഈ എ ലിറ്റിൽ പറയുന്നത്, എ ഫ്യൂ പറയുന്നത്. പക്ഷേ നമ്മൾ എ ലിറ്റിൽ പറയുന്നത് എപ്പോഴും അൺകൗണ്ടബിൾ നൗണിന് മുമ്പായിരിക്കണം.
ശ്രദ്ധിക്കുക, എ ലിറ്റിൽ എന്ന് പറയേണ്ടത് അതിന് മീനിങ് കുറച്ച് എന്നാണെങ്കിലും എപ്പോഴും അത് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിലേ എ ലിറ്റിൽ പറയാവുള്ളൂ. ഉദാഹരണമായിട്ട് എ ലിറ്റിൽ മണി, എ ലിറ്റിൽ വാട്ടർ, കാരണം വാട്ടറും മണിയും അൺകൗണ്ടബിൾ ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് അത് കൗണ്ടബിൾ ആണെങ്കിൽ ഇതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ പറയുന്നത് എ ഫ്യൂ ചേർത്തായിരിക്കണം പറയുന്നത്. കാരണം എ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസങ്ങൾ, കാരണം ഡേ എന്ന് പറഞ്ഞാൽ കൗണ്ടബിളാണ്. അപ്പോൾ എ ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ. അതുപോലെ എ ഫ്യൂ ബുക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൗണ്ടബിൾ ആയതുകൊണ്ടാണ്. അല്ലാതെ ആരും എ ഫ്യൂ മണി എന്ന് പറയാറില്ല, അല്ലെങ്കിൽ എ ഫ്യൂ വാട്ടർ എന്ന് പറയില്ല. കാരണം എപ്പോഴും കൗണ്ടബിൾ ആണെങ്കിൽ എ ഫ്യൂ എന്നും, അൺകൗണ്ടബിൾ ആണെങ്കിൽ എ ലിറ്റിൽ എന്നും ചേർത്ത് വേണം നമ്മൾ പ്രയോഗിക്കാൻ, കുറച്ച് എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ. ഇത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഗ്രാമറിലെ ഒരു നിയമം. ഇനി എയും ആനും പ്രയോഗിക്കുന്നത് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ അടുത്തതായി വരുന്ന മൂന്നാമത്തെ ഒരു ആർട്ടിക്കിളാണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന, കാരണം പ്രയോഗിക്കുമ്പോൾ ഏറ്റവും വ്യത്യസ്തങ്ങളായിട്ട് പ്രയോഗം വരുന്ന ഒന്നും ആണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പറയുമ്പോൾ സൺ, മൂൺ, സ്കൈ, എർത്ത് ഇതിൻ്റെ മുമ്പിലൊക്കെ ദ ചേർക്കണം. കാരണം അതവിടെ ഉണ്ട് എന്നുള്ള ആ ശാശ്വത സത്യം നമുക്കറിയാവുന്നതുകൊണ്ട് ദ സൺ, ദ മൂൺ, ദ സ്കൈ, ദ എർത്ത് ഇതെല്ലാം നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ അങ്ങനെ ഒരു സാന്നിധ്യം നമുക്ക് ബോധ്യമാണ്. ഇവ ദ പ്രയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു നൗണിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് ആ നൗൺ പിന്നീട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതേ നൗണിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നർത്ഥം വരാനാണ് നമ്മളിത് പ്രയോഗിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഐ സോ എ ബെഗർ, ഞാനൊരു ബെഗറിനെ കണ്ടു. അതിനുശേഷം അതേ ഭിക്ഷക്കാരനെക്കുറിച്ച് നമ്മൾ വീണ്ടും പറയുമ്പോൾ നമ്മൾ വീണ്ടും എന്താ പറയണത്? ദ ബെഗർ വാസ് ഹാവിങ് എ സ്മോൾ ബാഗ്, അയാളുടെ ഒരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ദ ബെഗർ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട ആ ബെഗറിൻ്റെ കയ്യിലൊരു ചെറിയ സ്മോൾ ബാഗ് ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഒരു നൗണിനെ ആദ്യം ഒന്ന് പരാമർശിച്ചിട്ട് അതേ നൗണിനെ വീണ്ടും പരാമർശിക്കുമ്പോൾ നമ്മൾ ദ എന്ന് അതിൻ്റെ അകത്ത് ചേർക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സണ്ണും മൂണും എർത്തും ഇതൊന്നും അങ്ങനെ ഒന്ന് പരാമർശിച്ചിട്ട് രണ്ടാമത് പരാമർശിക്കുമ്പോൾ മാത്രം ദ വരുന്നതല്ല. കാരണം അതങ്ങനെ ഉള്ള കാര്യം നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട്, കേൾക്കുന്നവന് ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ ദ ചേർത്തങ്ങ് പറയുകയാണ്. മനസ്സിലായോ? അതായത് നമ്മളൊരാളെ വിളിച്ച് പറയുകയാണ് സൂര്യൻ എന്ന് പറയുമ്പോൾ ആ സൂര്യൻ, ഈ സൂര്യൻ, മറ്റേ സൂര്യൻ എന്ന് പറയാൻ ധാരാളം സൂര്യനൊന്നും ഇല്ല, നമുക്കറിയാവുന്നൊരു സൂര്യനേ ഉള്ളൂ. അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ദ മൂൺ എന്ന് പറഞ്ഞാൽ അർത്ഥം ആ മൂണേ ഉള്ളൂ, ഒരേ ഒരു മൂണേ ഉള്ളൂ. എന്നാൽ കുറേ മൂണുകളുണ്ടെങ്കിൽ ആ മൂണുകളെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ അങ്ങനത്തെ സാഹചര്യം ഇന്ന് ഭൂമിയിൽ നിലവിലില്ല. അതുപോലെ ദ പോസ്റ്റ്മാൻ, ദ ടീച്ചർ, ദ ഡോക്ടർ ഇതൊക്കെ പറയുമ്പോൾ ഡോക്ടർമാർ ധാരാളം ഉണ്ടാകും. പക്ഷേ നമ്മൾ ഒരു പരാമർശിക്കുന്ന ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ ദ ഡോക്ടർ എന്ന് തന്നെയാണ് നമ്മൾ അയാളെക്കുറിച്ച് പറയുന്നത്. അയാളൊരു ഡോക്ടറാണ്, അതെന്ത് ഡോക്ടറും ആകാം. പക്ഷേ ഒരു ഡോക്ടറിൻ്റെ പേര് നമ്മൾ ചേർത്ത് പറയുമ്പോൾ അങ്ങനെ പറയുകയില്ല. ദ രാമചന്ദ്രൻ എന്ന് പറയില്ല, ദ ഡോക്ടർ രാമചന്ദ്രൻ എന്നും പറയത്തില്ല, ഡോക്ടർ രാമചന്ദ്രൻ എന്നേ പറയുള്ളൂ. ദ ഡോക്ടർ എന്ന് പറയും അദ്ദേഹത്തെക്കുറിച്ച്, അല്ല ദ ഡോക്ടർ രാമചന്ദ്രൻ എന്നോ ദ രാമചന്ദ്രൻ എന്നോ ഒന്നും പറയാറില്ല. അപ്പോൾ പേര് ചേർക്കാതെ ആ പൊസിഷൻ മാത്രം പറയുന്ന ഒരു രീതി, അതാണ് എന്ത് ദ ഡോക്ടർ, ദ ടീച്ചർ, ദ പോസ്റ്റ്മാൻ, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ പ്രയോഗിക്കുമ്പോഴെപ്പോഴും ദ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരിക്കും. പ്രത്യേക സെൻസിൽ നമ്മൾ പ്രയോഗിക്കുമ്പോഴും ദ പ്രയോഗിക്കും. അതായത് ഞാൻ പറഞ്ഞു തരാം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് മനസ്സിലാവും. ദ വാട്ടർ ഇൻ ദ ഗ്ലാസ് ഈസ് ഡേർട്ടി. ദ വാട്ടർ ഇൻ ദ ഗ്ലാസ് ഈസ് ഡേർട്ടി എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം മോശമാണെന്നാണ് അർത്ഥം. അല്ലാതെ വാട്ടർ ഈസ് ഡേർട്ടി എന്നല്ല പറയുന്നത്. കോമൺ ആയിട്ട് വാട്ടർ ഈസ് ഡേർട്ടി എന്നല്ല അവിടെ പറയുന്നത്. ദ വാട്ടർ ഇൻ ദ ഗ്ലാസ് ഈസ് ഡേർട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ദ വാട്ടർ എന്ന് പ്രയോഗിച്ചത് എന്തുകൊണ്ടാണ്? ഗ്ലാസിൻ്റെ അകത്തിരിക്കുന്ന വെള്ളമാണെന്നും അത് ഡേർട്ടി ആണെന്നും അർത്ഥം വരാനാണ്. അതുപോലെ ദ കൗസ് വി ബോട്ട് ലാസ്റ്റ് ഇയർ വെയർ ഹെൽത്ത്. നമ്മൾ ലാസ്റ്റ് ഇയറിൽ വാങ്ങിച്ച പശുക്കൾ ഹെൽത്തിയാണ്. മനസ്സിലായോ? ലാസ്റ്റ് ഇയർ വാങ്ങിച്ച പശുക്കളാണ്, അല്ല എല്ലാ പശുക്കളും ഹെൽത്തി അല്ല. അപ്പോൾ ആ പശുക്കളെ മാത്രം പ്രത്യേകമായിട്ടെടുത്ത് നമുക്ക് പറയേണ്ടി വരുന്നത് കൊണ്ടാണ് ദ കൗസ് എന്ന് നമ്മൾ കയറി അവിടെ പറയാൻ കാരണം. അതും ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കോമൺ ആയിട്ട് പറയും വാട്ടർ ഈസ് നെസസറി എന്ന് പറയുക. വാട്ടർ ഈസ് നെസസറി എന്ന് പറയുമ്പോൾ ഈ ദ വാട്ടർ ഈസ് നെസസറി എന്ന് ആരും പറയാം. അതുപോലെ കൗസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുമ്പോൾ ദ കൗസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയാറില്ല. പക്ഷേ ദ കൗസ് നമ്മൾ കഴിഞ്ഞ കേസിൽ പറയാൻ കാരണം എന്താണ്? ദ കൗസ് വി ബോട്ട്, നമ്മൾ വാങ്ങിയ കൗസ് എല്ലാം ഹെൽത്തി ആയിരുന്നു അർത്ഥം മനസ്സിലാക്കാൻ. അപ്പോൾ കോമൺ ആയിട്ട് കൗസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയില്ല. പക്ഷേ എന്നാൽ ഒരു കൂട്ടം പശുക്കളെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തി പറയുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം മൊത്തം പറയുമ്പോൾ പറയില്ല, വെള്ളം കുറച്ച് മാത്രം എടുത്ത് മാറ്റി നിർത്തുമ്പോൾ നമ്മളതിനെ ആ വെള്ളം അഴുക്കായിരുന്നു അല്ലെങ്കിൽ ആ വെള്ളം ശുദ്ധമായിരുന്നു എന്നെല്ലാം നമുക്ക് പറയാൻ വേണ്ടി ദ പ്രയോഗിക്കാവുന്നതാണ്.
അപ്പോൾ അത് എങ്ങനെ പ്രയോഗിക്കണം, എവിടെ പ്രയോഗിക്കണം എന്നുള്ളത് നമ്മളുടെ ലോജിക്ക് അനുസരിച്ച് ആ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഏറ്റവും പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങളും കൂടെയുണ്ട്. അതായത് ഈ റിവേഴ്സിൻ്റെ പേരുകൾ ഫേമസ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം എല്ലാവർക്കും അറിയാവുന്ന റിവറുകൾ, ഇപ്പോൾ ഗംഗാനദി, നൈൽ നദി, ആമസോൺ നദി, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദ പ്രയോഗിക്കണം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ദ ഗാങ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഗംഗയാണ്. ദ ആമസോൺ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ആമസോണേ ഉള്ളൂ. അത് നമ്മളെപ്പോഴും അങ്ങനെ തന്നെ പറയണം. അതുപോലെ പ്രധാനപ്പെട്ട കനാൽസ്, ഇപ്പോൾ പനാമ കനാൽ, സൂയസ് കനാൽ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ദ പനാമ കനാൽ എന്നും ദ സൂയസ് കനാൽ എന്നും പർട്ടിക്കുലറായിട്ട് പറയാം. കാരണം എല്ലാവർക്കും കേൾക്കുന്നവർക്ക് അറിയാം ഇങ്ങനെ ഒരു കനാൽ ഉണ്ടെന്നുള്ള കാര്യം. അതുപോലെ വലിയ വലിയ ഓഷൻസ്, ഇപ്പോൾ നമ്മൾ പസഫിക് ഓഷൻ പറയുമ്പോൾ ദ പസഫിക് ഓഷൻ, അതുപോലെ ദ ഇന്ത്യൻ ഓഷൻ എന്ന് പറയും. അതുപോലെ കടലിനെ കുറിച്ച് ദ അറേബ്യൻ സീ, ദ കാസ്പിയൻ സീ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. കാരണം ഇതെല്ലാം ഒന്നേ ഉള്ളൂ. നമുക്ക് പരാമർശിക്കുമ്പോൾ ആ കടൽ തന്നെ എന്ന് പറയുന്നത് ദ ഹിമാലയ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ അതൊന്നേ ഉള്ളൂ. ദ കാസ്പിയൻ മൗണ്ടൻ അതൊന്നേ ഉള്ളൂ. ദ അറ്റ്ലാന്റിക് ഓഷൻ അതൊന്നേ ഉള്ളൂ. അപ്പോൾ കനാൽ പറയുമ്പോൾ, ഓഷൻസ് പറയുമ്പോൾ, അതുപോലെ ഐലൻഡുകളെ കുറിച്ചൊക്കെ ഫിലിപ്പീൻസ്, ദ ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞാൽ ഐലൻഡാണ് അത്. ദ മൗണ്ടൻ, ഈ നമ്മളേതെങ്കിലും ദ ഹിമാലയ മൗണ്ടൻ എന്ന് പറയുന്നത് കരുതുക. അപ്പോൾ അവിടെയും ആ മൗണ്ടൻ ഒന്നേ ഉള്ളൂ, ഹിമാലയ മൗണ്ടൻ. മനസ്സിലായോ? ആൽപ്സ്, ദ ആൽപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ആൽപ്സ് പർവ്വതനിരകൾ. അപ്പോൾ അവിടെയെല്ലാം ഇത് പ്രയോഗിക്കണം. അതുപോലെ ഫേമസ് ആയിട്ടുള്ള വലിയ ഷിപ്പുകളൊക്കെ, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ട്രെയിനുകൾ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ്, ദ കേരള എക്സ്പ്രസ്, അത് നമ്മൾ പ്രത്യേകം, ദ ചെന്നൈ എക്സ്പ്രസ്, ദ ആലപ്പുഴ എക്സ്പ്രസ്, ഇങ്ങനെ നമുക്ക് പല രീതിയിലും ഫേമസ് ആയിട്ടുള്ള ട്രെയിനുകൾ, അതുപോലെ വലിയ വലിയ ഷിപ്പുകൾ, ദ കൈരളി എന്ന് പറയുന്ന ഒരു ഷിപ്പുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ചേർത്ത് പറയണം എന്നുള്ളതാണ്. അതായത് മുൻകൂട്ടി ആ നൗണിനെ നമുക്ക് പരിചയപ്പെടുത്താതെ തന്നെ ആ നൗൺ പറയുമ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന അതേ ആ നൗണാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ ചില ഇതിഹാസങ്ങളുണ്ട്. ഇപ്പോൾ മഹാഭാരതം, രാമായണം, ഇതുപോലുള്ള ഇതിഹാസങ്ങൾ, അതല്ല വിശുദ്ധ ഗ്രന്ഥങ്ങളായ ബൈബിളും ഖുർആനും ഗീതയും, ഇതെല്ലാം ഇങ്ങനെയുള്ളതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ദീ ചേർക്കാം. കാരണം എന്താണ്? എല്ലാവർക്കും ഇപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ലോകത്തൊരേ ഖുർആനേ ഉള്ളൂ. അതുപോലെ ഗീത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗീതയേ ഉള്ളൂ. അപ്പോൾ ദ ഗീത, ദ ഖുർആൻ, ദ ബൈബിൾ, അതുപോലെ ദ മഹാഭാരത, ദ ഇലിയഡ്, ദ ഓഡിസി, ഇങ്ങനെ നമ്മൾ ഈ എപ്പിക്കുകൾക്ക് മുന്നിലും എല്ലാം ദ ചേർക്കണം എന്നുള്ളതാണ്. അതുപോലെ ഒരു സൂപ്പർലേറ്റീവ് പറയുമ്പോൾ സൂപ്പർലേറ്റീവാണ്. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തിയത്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കൂടെയും നമ്മൾ ദ ചേർത്ത് പറയാം. ഉദാഹരണമായിട്ട് ദ ബെസ്റ്റ് ബുക്ക്, വെറുതെ ബെസ്റ്റ് ബുക്ക് എന്നല്ല പറയുന്നത്, ദ ബെസ്റ്റ് ബുക്ക്, ദ ബെസ്റ്റാണ്, കൂട്ടത്തിൽ ഏറ്റവും നല്ലതാണ്. ദ ഫസ്റ്റ് മാൻ, ദ ഫസ്റ്റ് മാൻ, ദ ഫസ്റ്റ് മാൻ, അതുപോലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇവയ്ക്കെല്ലാം മുന്നിൽ, സൂപ്പർലേറ്റീവ്സിൻ്റെ മുന്നിൽ എപ്പോഴും നമ്മൾ ദി പ്രയോഗിക്കണം. ദ ചേർത്ത് കഴിയുമ്പോൾ ചില വാക്കിൻ്റെ അർത്ഥം മാറുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ദ ഇംഗ്ലീഷ് കെയിം ടു ഇന്ത്യ, ദ ഇംഗ്ലീഷ് കെയിം ടു ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതായി മാറി. ഇംഗ്ലീഷ് കെയിം ടു ഇന്ത്യ എന്ന് പറഞ്ഞാലോ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഇന്ത്യയിലേക്ക് വന്നതായിട്ട് മാറും. അതാണ് അർത്ഥവ്യത്യാസം. ദ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷുകാരെന്നായിട്ട് മാറി. അതുപോലെ ദ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രഞ്ചുകാർ. വെറുതെ ഫ്രഞ്ച് ഈസ് ഡിഫിക്കൽട്ട് ടു ലേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രഞ്ച് എന്ന ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ ദ ചേർക്കുമ്പോൾ ഇവയ്ക്ക് എന്ത് സംഭവിക്കും? ഈ വാക്കുകൾക്ക് അവിടുത്തെ ജനങ്ങൾ എന്ന അർത്ഥത്തിലേക്ക് മാറും. അതുപോലെ ഒരു പൊസിഷൻ, ഇപ്പോൾ രാജാവ്, രാജ്ഞി, ഇതിൻ്റെയൊക്കെ മുന്നിൽ വെറുതെ ദി ചേർക്കണം. ദ കിങ്, ദ ക്വീൻ എന്നൊക്കെ പറയുമ്പോൾ ദ പ്രിൻസ്. പക്ഷേ ആ കിങ്ങിൻ്റെ കൂടെയോ ആ പ്രിൻസിൻ്റെ കൂടെയോ ഒരു പേര് കൂടെ പറഞ്ഞാൽ അത് മാറി. ഇപ്പോൾ ദ കിങ് വാസ് ആംഗ്രി, ദ കിങ് വാസ് ആംഗ്രി എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ദ കിങ് ജോൺ വാസ് ആംഗ്രി എന്ന് പറഞ്ഞു നോക്കിക്കേ. ദ കിങ് ജോൺ വാസ് ആംഗ്രി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം അവിടെ ജോൺ എന്ന പേര് പറയുകയാണ്. അപ്പോൾ നമ്മൾ ദ കിങ് ജോൺ വാസ് ആംഗ്രി എന്ന് പറയാൻ പാടില്ല. എങ്ങനെ പറയണം? കിങ് ജോൺ വാസ് ആംഗ്രി എന്ന് മാത്രം പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ. നേരെ മറിച്ച് ദ കിങ് വാസ് ആംഗ്രി എന്ന് പറയാം. അല്ലെങ്കിൽ ദ ക്വീൻ വാസ് ആംഗ്രി എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ദ ക്വീൻ വാസ് ഡാൻസിങ് എന്ന് പറയാം. പ്രശ്നമില്ല. ഈ ദിവസം രാവിലെ ഇപ്പോൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ എന്നെല്ലാം പറയാം. നമ്മൾ മോർണിംഗ് പറഞ്ഞാൽ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ. കാരണം നമുക്കെല്ലാം ഇതെല്ലാം പ്രീ ഡിഫൈൻഡ് ആണ് കാര്യങ്ങൾ. മോർണിംഗും ഈവനിങ്ങും ആഫ്റ്റർനൂൺ, അപ്പോൾ ഇതാ പറയാം. പക്ഷേ നമ്മൾ ഒരിക്കലും രാത്രി ഇൻ ദ നൈറ്റ് എന്നല്ല പറയേണ്ടത്, അറ്റ് നൈറ്റ് എന്നേ പറയാവുള്ളൂ. ശരി, ശ്രദ്ധിക്കണം, അവിടെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇൻ ദ നൈറ്റ് എന്ന് പറയില്ല, അറ്റ് നൈറ്റ് എന്നേ പറയുള്ളൂ. അതുപോലെ നൂൺ പറയുമ്പോൾ അറ്റ് നൂൺ എന്നേ പറയുള്ളൂ, അല്ലാതെ ഇൻ ദ നൂൺ എന്ന് പറയാറില്ല. ഇതും ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ്. അപ്പോൾ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ് ഇവയെല്ലാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ പ്രിസൺ, മാർക്കറ്റ്, ചർച്ച്, ഹോസ്പിറ്റൽ, ഓഫീസ്, ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ദ ചേർക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചേർക്കുമ്പോൾ അത് ഒരു യൂഷ്വൽ വിസിറ്റ് ആകുമ്പോൾ നമ്മൾ വേറൊരു രീതിയിലാണ് പറയേണ്ടത്. ഉദാഹരണം, ഇപ്പോൾ വി ഗോ ടു സ്കൂൾ എവരി ഡേ,
വി ഗോ ടു സ്കൂൾ എവറി ഡേ. ഞങ്ങൾ സ്റ്റുഡൻസ് എന്ന നിലയിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന നിലയിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. വി ഗോ ടു സ്കൂൾ എവറി ഡേ എന്നേ പറയുള്ളൂ. നേരെ മറിച്ച് ഒരു പ്രായമുള്ള മനുഷ്യൻ സ്കൂളിൽ പോകുന്നത്, ദ ഓൾഡ് മാൻ വെൻറ്റ് ടു ദ സ്കൂൾ ടു സീ ഹിസ് ഗ്രാൻഡ് സൺ. ദ ഓൾഡ് മാൻ വെൻറ്റ് ടു ദ സ്കൂൾ എന്ന് പറയണം, എടുത്ത് പറയണം. എന്താ കാര്യം? അയാൾ സാധാരണ ഒരു യൂഷ്വൽ വിസിറ്റ് നടത്താറില്ല സ്കൂളിൽ, അയാളെ ഗ്രാൻഡ് സണ്ണിനെ കാണാൻ വേണ്ടി മാത്രമേ പോകും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ സ്കൂളിൻ്റെ മുന്നിൽ ദ ചേർക്കണം. അതുപോലെ പ്രിസൺ, നോർമലി പറയുമ്പോൾ പ്രിസണിൻ്റെ മുന്നിൽ ഒരിക്കലും ദി ചേർക്കില്ല. അല്ലാതെ ഒരു പർട്ടിക്കുലർ കേസായിട്ട് എടുത്ത് പറയുമ്പോൾ, ഇപ്പോൾ ഹി വാസ് സെൻറ്റ് ടു പ്രിസൺ, ഹി വാസ് സെൻറ്റ് ടു പ്രിസൺ. എന്നാൽ ഹി വെൻറ്റ് ടു ദ പ്രിസൺ ടു സീ ഹിസ് ഫ്രണ്ട്. അവൻ്റെ കൂട്ടുകാരനെ കാണാൻ അവൻ പ്രിസണിൽ പോയപ്പോൾ ഹി വെൻറ്റ് ടു ദ പ്രിസൺ എന്നാണ് പറയുന്നത്, ദ പ്രിസൺ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ അൺയൂഷ്വലായിട്ട് ഈ സ്കൂളെന്നും കോളേജും പ്രിസണും മാർക്കറ്റും ചർച്ചും ഹോസ്പിറ്റലും ഒക്കെ പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ ഇത് ചേർക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ചേർക്കുകയും ചെയ്യേണ്ട. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ കണ്ടീഷൻ എന്താണെന്ന് വായിച്ച് നോക്കിയിട്ട് വേണം അതനുസരിച്ച് നമ്മൾ പ്രതികരിക്കാൻ. അതായത് അയാൾ എന്താവശ്യത്തിനാണ് അവിടെ പോകുന്നത്. ഇപ്പോൾ ഓഫീസിൽ പോകുന്നത് ഒരു ഓഫീസർ, ആ ഓഫീസിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള വില്ലേജ് ഓഫീസർ ദിവസവും ഓഫീസിൽ പോയാൽ വെൻ ടു ദ ഓഫീസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് വില്ലേജ് ഓഫീസർ വെൻ ടു ഹിസ് ഓഫീസ് എന്ന് പറയാം, അല്ലാതെ വെൻറ്റ് ടു ദ ഓഫീസ് എന്ന് പറയേണ്ട. കാരണം വേറൊരു കസ്റ്റമറാണ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അതൊരു റയർ വിസിറ്റ് ആകുമ്പോൾ മാത്രമേ ദ ഓഫീസായിട്ട് മാറുകയുള്ളൂ. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ യൂഷ്വൽ വിസിറ്റ് ആണോ അൺയൂഷ്വൽ വിസിറ്റ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ വാക്കുകൾക്ക് മുന്നിൽ, അതായത് സ്കൂൾ, കോളേജ്, പ്രിസൺ, മാർക്കറ്റ്, ഓഫീസ് മുതലായ വാക്കുകൾക്ക് മുന്നിൽ ദ ചേർക്കുന്നത്. കോമൺലി നമ്മൾ കൺട്രീസിൻ്റെ മുന്നിലൊന്നും ദ ചേർക്കില്ല. ദ ഇന്ത്യ എന്നോ ദ ഫ്രാൻസ് എന്നോ ഇങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല. പക്ഷേ ചില രാജ്യങ്ങൾക്ക് മുന്നിൽ ദ ചേർക്കണം. ഉദാഹരണമായിട്ട് USA ഫുൾ ഫോമായിട്ട് നമ്മൾ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UK യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇതെല്ലാം ഇങ്ങനെയുള്ള രാജ്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ ദ ചേർക്കണം. അതുപോലെ നെതർലാൻഡ്സ്, ദ നെതർലാൻഡ്സ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇങ്ങനെ USSR എന്ന് പണ്ട് രാജ്യം ഉണ്ടായിരുന്നത് പറയുമ്പോൾ ദ USSR എന്നേ പറയാറുള്ളൂ. പിന്നെ ഫുൾ ഫോമിൽ പറയുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ ദ ചേർക്കണം, അല്ലാത്തതിന് ചേർക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ദ പാകിസ്ഥാൻ എന്നാരും പറയാറില്ല, ദ കാനഡ എന്ന് പറയാറില്ല, ദ ഇന്ത്യ എന്ന് പറയാറില്ല. പക്ഷേ ദ USA എന്ന് പറയും, ദ UAE എന്ന് പറയും, ദ നെതർലാൻഡ്സ് എന്ന് പറയും, നെതർലാൻഡ്സ്. ഓക്കെ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ദ ഫിലിപ്പീൻസ് എന്ന് പറയും, കാരണം അതൊരു ദ്വീപ സമൂഹം ആയി. നേരത്തെ നമ്മൾ എ ഫ്യൂവും എ ലിറ്റിലും പഠിച്ചതുപോലെ തന്നെ ഇനി നമ്മൾ ഈ കൗണ്ടബിൾ നൗൺ തന്നെ പ്ലൂറലായിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതാണ് ദ ഫ്യൂവും ദ ലിറ്റിലും. ദ ഫ്യൂ, ദ ലിറ്റിൽ, ഈ രണ്ട് ഫ്രൈസുകൾക്ക് ഒരേ മീനിങ് ആണ്. വളരെ കുറച്ച് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്, വളരെ കുറച്ചേ ഉള്ളൂ എന്ന അർത്ഥത്തിലാണ്. പക്ഷേ അത് രണ്ടും പ്രയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദ ഫ്യൂ പ്രയോഗിക്കുന്നത് എപ്പോഴും കൗണ്ടബിൾ നൗൺ പ്ലൂറലായിട്ട് വരുമ്പോഴാണ്. ദ ഫ്യൂ പ്രയോഗിക്കേണ്ടത് കൗണ്ടബിൾ നൗൺ പ്ലൂറലായിട്ട് പ്രയോഗിക്കുമ്പോഴാണ്. ഉദാഹരണമായിട്ട് ബോയ്സ് കെയിം ഹിയർ വെയർ ഗുഡ്സ്. ദ ഫ്യൂ ബോയ്സ് കെയിം ഹിയർ വെയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളെ, വളരെ കുറച്ച് കുട്ടികളെ വന്നുള്ളൂ, പക്ഷേ അവരെല്ലാം വളരെ നല്ലവരാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ. അപ്പോൾ എന്താണ്, കൗണ്ടബിൾ നൗൺ പ്ലൂറൽ ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ആ അർത്ഥം ദ ഫ്യൂ എന്ന് പ്രയോഗിച്ചത്. നേരെ മറിച്ച് ദ ലിറ്റിൽ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അത് പ്ലൂറലായിട്ട് വരുന്നത് അൺകൗണ്ടബിൾ നൗൺ ആയിരിക്കണം. ഉദാഹരണം നോക്കിക്കേ, ഹി സ്പെൻഡ് ദ ലിറ്റിൽ മണി ഹി ഹാഡ്. ഹി സ്പെൻഡ് ദ ലിറ്റിൽ മണി ഹി ഹാഡ്. അവൻ്റെ കയ്യിലുള്ള വളരെ കുറച്ച് പണം അവനത് സ്പെൻഡ് ചെയ്തു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ പണം, മണി എന്ന അർത്ഥത്തിൽ അൺകൗണ്ടബിൾ നൗൺ ആണ്. ബന്ധപ്പെട്ട് നമ്മൾ വേറൊരു പ്രധാന കാര്യം ഓർത്തിരിക്കണം. ചില വാക്കുകൾ അവയ്ക്ക് മുന്നിൽ ദ ചേർക്കുമ്പോൾ അത് നൗണായിട്ട് മാറും. ഉദാഹരണമായിട്ട് പുവർ, റിച്ച്, ബ്രേവ്, ഹംഗ്രി, ഇതൊന്നും നോർമലി നൗൺ അല്ല. പക്ഷേ അതിൻ്റെ മുന്നിലൊന്ന് ദ ചേർത്ത് നോക്കിക്കേ, അതിൻ്റെ അർത്ഥം നൗണായിട്ട് മാറും. അതായത് ദ പുവർ എന്ന് പറഞ്ഞ അർത്ഥം ആരാണ്? പാവങ്ങളാണ്. ദ റിച്ച് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പണക്കാരെന്നാണ്. അപ്പോൾ നമ്മൾ ഈ പുവറിൻ്റെയും റിച്ചിൻ്റെയും മുന്നിൽ ദി ചേർത്തപ്പോൾ അർത്ഥം മാറി. അതുപോലെ ദ ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യശാലികൾ, ദ ഹംഗ്രി വിശക്കുന്നവർ. ഇങ്ങനെ ചില വാക്കുകളുടെ മുന്നിൽ, ചില വെബുകളുടെ മുന്നിൽ ദ ചേർക്കുമ്പോൾ അവ നൗണായിട്ട് കൺവെർട്ട് ആവും. ഈ പോയിൻറ്റും സിമ്പിളാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാം. ഇനി ആർട്ടിക്കിളുകൾ ഒന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ചില വാക്കുകളുണ്ട്. ഉദാഹരണം, ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ പേര്, ഇപ്പോൾ ജോൺ എന്നോ വില്യം എന്നോ മേരി എന്നോ ഒക്കെയുള്ള പേരുകൾ, ഈ പേരിന് മുന്നിൽ ആരും ഇത് ചേർക്കാറില്ല. കാരണം എന്താണ്, ഇപ്പോൾ ജോൺ എന്ന പേരിൽ ഒരു ലക്ഷമോ 2 ലക്ഷം ആൾക്കാർ ഈ ഭൂമിയിലുണ്ടാകും ഒരു പക്ഷേ. അതുപോലെ ഇപ്പോൾ പുരുഷോത്തമൻ എന്ന പേരിൽ ദ പുരുഷോത്തമൻ എന്ന് ആരും പറയാറില്ല. കാരണം അദ്ദേഹം ഒരു വിശിഷ്ട വ്യക്തിയാണ്, അദ്ദേഹത്തെ എടുത്ത് പറയേണ്ടതുണ്ടെങ്കിലൊക്കെ പറയാവുന്നില്ല, അത് നോർമലി ആരും പറയാറില്ല. അപ്പോൾ ഒരിക്കലും പേരുകളുടെ മുന്നിൽ നമുക്കങ്ങനെ പറയാറില്ല. അതുപോലെ ചില സംസ്ഥാനം, ഇപ്പോൾ കേരളം, തമിഴ്നാട് ഇങ്ങനെയുള്ളത്, അതുപോലെ ലണ്ടൻ, അതുപോലെ ഡൽഹി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരുന്നത്, ഇപ്പോൾ ഓണം, അങ്ങനെയുള്ള ഫെസ്റ്റിവൽ, ബക്രീദ്, ഇതിൻ്റെ മുന്നിലൊന്നും ദ ചേർക്കാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അതുപോലെ ഏതെങ്കിലും കളി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ദ ഫുട്ബോൾ, ദ ക്രിക്കറ്റ്, അങ്ങനെ നോർമലി നമ്മൾ പറയാൻ പാടില്ല. പിന്നെ ഒരു പ്രത്യേക കളിയെ എടുത്ത് നമുക്ക് പരാമർശിക്കേണ്ടി വന്നാൽ
മാത്രം അത് പറയാമെന്നുള്ള വകുപ്പുണ്ട്. അത് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കേണ്ടതല്ല, കുറച്ച് ഹയർ ലെവലിൽ നമുക്ക് പ്രത്യേകം എടുത്ത് പഠിക്കാം. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഇത്ര കാര്യം, ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരാഴ്ച, ഇപ്പോൾ തിങ്കളാഴ്ച ദ മൺഡേ അല്ലെങ്കിൽ ദ വെനസ്ഡേ എന്നൊന്നും പറയില്ല, വെറും മൺഡേ അല്ലെങ്കിൽ വെനസ്ഡേ എന്ന് പറയും. അതിലെ മന്തിൻ്റെയൊക്കെ പേര് പറയുമ്പോഴും ജാനുവരി ഫെബ്രുവരി അങ്ങനെ പറയുള്ളൂ. ദ ജാനുവരി ദ ഫെബ്രുവരി അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം കേസുകൾ ആയിട്ട് വരണം. അപ്പോൾ കോമൺ ആയിട്ട് പ്രയോഗിക്കുമ്പോൾ ഈ പേഴ്സൺസിൻ്റെ പേര്, പ്ലേസസിൻ്റെ പേര്, ലാംഗ്വേജ്, അതുപോലെ തന്നെ വീക്ക്, മന്ത്, ഫെസ്റ്റിവൽ, ഗെയിംസ്, ഇതിനൊന്നും ഇത് പ്രയോഗിക്കാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന 9 ചോദ്യങ്ങൾ, ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന 9 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റണം. നോക്കിക്കേ. ഗെറ്റ് എ കിലോ ഓഫ് ഷുഗർ ഫ്രം നിയർ എ ഷോപ്പ്. ഹിസ് ഫാദർ ഈസ് എഞ്ചിനീയർ. പോസ്റ്റ്മാൻ ഹാസ് പുട്ട് ലെറ്റർ അണ്ടർ ഡോർ. നെഹ്റു ഈസ് statesman of world renown. Earlier you start, sooner you will reach there. Moon is satellite of Earth. Washington is capital of USA. Monkey has tail. I have urgent matter to tell you. അപ്പോൾ ഇതിനൊക്കെ ഈ വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലായി കാണും. ഇപ്പോൾ ഇവിടെയൊക്കെ എവിടെയോ ചില എയും ആനും തീയും ഒക്കെ മിസ്സിങ് ആണ്. അതേതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഏതായാലും അതിൻ്റെ ആൻസർ കൂടെ ഞാനിപ്പോൾ പറയാം. ഗെറ്റ് എ കിലോ ഓഫ് എന്ന് പറയണം. ഷുഗർ ഫ്രം ദ നിയറസ്റ്റ്, കാരണം നിയറസ്റ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവാണ്. അതുപോലെ ഹിസ് ഫാദർ ഈസ് ആൻ എഞ്ചിനീയർ എന്ന് പറയണം, കാരണം അവിടെ വൊവൽ സൗണ്ടാണ് എഞ്ചിനീയർക്ക് വരുന്നത്. അതുപോലെ ദ പോസ്റ്റ്മാൻ, ദ ഡോക്ടർ, ദ പോസ്റ്റ്മാൻ, ഇതൊക്കെ എന്താ പറയണം. ഹാസ് പുട്ട് എ ലെറ്ററാണ് അണ്ടർ ദ ഡോർ. മനസ്സിലായല്ലോ. അതുപോലെ നെഹ്റു ഈസ് എ സ്റ്റേറ്റ്സ്മാൻ ആണ്. അതുപോലെ ദ ഏർലിയർ യു സ്റ്റാർട്ട് ദ സൂണർ യു വിൽ റീച്ച് ദ. ദ ഏർലിയർ യു സ്റ്റാർട്ട് ദ സൂണർ, സൂപ്പർലേറ്റീവ് പിന്നെ ഡിഗ്രി ആയിട്ട് വരുന്നു. The earlier you start, the sooner you reach there. The moon is a satellite of the earth. മനസ്സിലായല്ലോ. അതുപോലെ വാഷിങ്ടൺ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദ USA ആണ്. വാഷിങ്ടണിൻ്റെ മുമ്പിൽ ഇത് പറയില്ല, പക്ഷേ ക്യാപിറ്റലിൻ്റെ മുമ്പിൽ ഇത് പറയാം, USAയുടെ മുന്നിലും ഇത് പറയാം. അതുപോലെ എ മങ്കി ഹാസ് എ ടെയിൽ, എ മങ്കി ഹാസ് എ ടെയിൽ ഇങ്ങനെ പറയും. അതുപോലെ ഐ ഹാവ് ആൻ അർജൻറ്റ് മാറ്റർ ടു ടെൽ യു. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ഇംഗ്ലീഷിലെ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തിൽ നമുക്ക് ടെൻസുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്.